ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരന് കൊമ്പൊന്നുമില്ല കണ്ടോ. എന്താ ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത്? എന്താ ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത്? അടി കിട്ടിയ ആളെന്നെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഇത് അക്രമം ഉണ്ടാക്കണം. ഞാൻ പറയണോ പ്രവർത്തകരോട്, നമ്മൾ സംഘടന ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് കീറുന്നു. ഇന്ന് ഭരണിക്കാവിൽ കീറിയല്ലോ, കീറിയപ്പോൾ പോലീസ് പിടിച്ചില്ലല്ലോ, ഞാൻ പരാതി കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കാത്തിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനമായിട്ട് നിൽക്കാൻ. ഞാൻ വരാതെ നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകരുതെന്ന് ഞാൻ പറഞ്ഞത്. നമസ്കാരം. അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് ശോഭ സുരേന്ദ്രൻ. അമ്പലത്തിൽ അതിക്രമിച്ചു കയറി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച സഖാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശോഭ സുരേന്ദ്രൻ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചത്. രാത്രി ഏറെ വൈകിയിട്ടും പകലന്തിയോളം നീണ്ട പ്രചരണ ചൂടിന്റെ ക്ഷീണമൊട്ടും വകവയ്ക്കാതെ ശോഭ സുരേന്ദ്രൻ പ്രവർത്തകർക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ആലപ്പുഴയിൽ പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ശോഭ സുരേന്ദ്രൻ തന്നെയാണ്. AM ആരിഫിന് വേണ്ടി CPM-ഉം ഇടത് പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ മോദിയെക്കുറിച്ച് ഭയം നിറക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ആ വോട്ട് ഉറപ്പിക്കാനായി ശ്രമിക്കുമ്പോഴും ശോഭ സുരേന്ദ്രന്റെ ജനപിന്തുണയിൽ CPM-ന് അടിപതറുകയാണ്. അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളെയും വോട്ടുകൾ ഉറപ്പിക്കാനും CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭയെ തടയാനാവില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ TG മോഹൻദാസ്. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ശോഭ പോയപ്പോൾ കളക്ട്രേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളുമായിരുന്നു. ഇത് കോൺഗ്രസിനെയും CPM-നെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് ചില ചാനലുകൾ ശോഭ 3ാം സ്ഥാനത്താകുമെന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭയുടെ ശോഭ കെടുത്താൻ നോക്കുന്നത്. G സുധാകരന്റെ ഇടച്ചിലടക്കം CPM-ന് സ്ഥിതി ശോഭനീയമല്ല. SDPI-ക്കാർ CPM-ൽ നേടിയ വലിയ ആധിപത്യം ആരിഫിനെതിരായ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുമുണ്ട്. CPM-ന്റെ മോദിക്കെതിരായ വർഗീയ പ്രചരണം ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗുകാരെ പോലും മോദിക്ക് അനുകൂലമാക്കാനും സാധ്യതയേറെയാണ്. പ്രീതി നടേശനാണ് ശോഭ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത്. ഇതിനർത്ഥം വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം A+ മണ്ഡലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ. ഇപ്പോൾ പ്രധാനമന്ത്രിയും അവിടെ എത്തിയേക്കുമെന്ന് കരുതുന്നു. കേരളത്തിൽ വിജയസാധ്യത എന്നതിൽ നിന്നും മാറി വിജയം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭ സുരേന്ദ്രൻ വന്നിരിക്കുകയാണ് എന്നും ഇക്കുറി ആലപ്പുഴ ചരിത്രം കുറിക്കുമെന്നും TG മോഹൻദാസ് പറയുന്നു. ഈ ഫ്ലക്സ് ബോർഡ് വെക്കാൻ എത്ര സമയം ഉണ്ടായിരുന്നു? എത്ര ഒരു പ്രവർത്തനം പണിയെടുക്കുന്നുണ്ടാവും? ഇത് വെക്കുന്നതിന് മുമ്പ് കിട്ടുന്നത് ആൾക്കാർ വന്ന് കഷ്ടപ്പെട്ട് കിട്ടുന്നത്, അത് കഴിഞ്ഞ് വെച്ചത്, അത് കഴിഞ്ഞ് കുത്തി പൊളിച്ചത്, രീതിയുടെ മുമ്പ് തന്നെ കുത്തി പൊളിക്കണം. എൻ്റെ രീതി പരാതി നമ്മൾ പോലീസ് പിടിക്കാൻ നേരം ഭരണിക്കാർ അവിടെ എന്തൊക്കെയാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതായത് പോലീസിന് ഇതാണ് ഞങ്ങൾക്കപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഓരോ സ്ഥലത്തും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും എൻ്റെ പ്രവർത്തനം കൊണ്ടൊന്നും എനിക്ക് പോകണമല്ലോ, എനിക്ക് വരണ്ടേ അല്ലേ? അപ്പം ഞങ്ങളുടെ ആളെ മാത്രം പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തുക, അത് ശരിയായിട്ട് നടത്തിയെടുക്കാൻ പറ്റും. അവർക്കറിയാം. നിങ്ങളകത്ത് കയറ്റിയിട്ട് നിങ്ങളുടെ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയുന്ന സാഹചര്യം പറയുന്നതാണല്ലോ സാഹചര്യം. ഞങ്ങളുടെ പ്രവർത്തകരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളുടെ ആളുകൾ തോന്നി.
ഡിവൈഎഫ്ഐക്കാർക്ക് സാറിന് ഫീൽ ചെയ്തില്ല അല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ആളുകൾ വന്നാലും ഒരു പ്രചാരണം സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ജില്ലാ ഞാൻ ആ സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു, RSSന്റെ താലൂക്ക് പ്രചാരകങ്ങളുള്ളത് അറിഞ്ഞുകൊണ്ട് അടിച്ചാൽ അത് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ അമ്പല കമ്മിറ്റി ഓഫീസാണ് അടുത്ത് കഴിഞ്ഞത്, ഉപദേശക സമിതി ഓഫീസാണ് പറഞ്ഞത്. ആ സമയത്തും പറഞ്ഞു ഞാൻ സാറോട് പറഞ്ഞു, ഈ ആളുകളെ മുഴുവൻ ഇവിടെ നടത്തിയില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാക്കും. പക്ഷേ താലൂക്ക് പ്രകാരം അടിച്ചിരിക്കുന്നു. താലൂക്ക് പ്രകാരം അടിച്ച ആളുകൾ നോക്കിക്കോ, നമുക്ക് നോക്കിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തനം പ്രചാരണല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്. പ്രചാരം ഞാൻ ഇവിടെ വന്നല്ലോ സാർ, ഞാൻ ഇവിടെ വന്നല്ലോ. പ്രചാരങ്ങൾ വന്ന് പ്രിവെന്റീവ് അറസ്റ്റ്. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യും? അടിച്ചവരെ അറസ്റ്റ് ചെയ്തില്ല. ഒരു പരാതി പോലും കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അടിച്ച മണ്ഡലശാരി പ്രവൻ ഉള്ളിലാണ്. ആരടിച്ചിട്ട്? നമ്മളടിച്ചിട്ട് ആരടിച്ചു? നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് സാറന്മാരവിടെ നമ്മളെ അഡ്മിറ്റ് ചെയ്ത് കേസ് കൊടുക്കണം, പരാതി കൊടുക്കണം. വീണ്ടും ഇവർ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള അറിവുള്ളതുകൊണ്ടാണ് ഒരുമിച്ച് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നത്. അവർ കൂടുതൽ ക്രൈമിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ കൊണ്ടുപോയി തൽക്കാലം സൂക്ഷിച്ചിരിക്കുന്നതാണ്. അത് വെറും പ്രിവെന്റീവ് മെഷറാണ്. അത് കഴിഞ്ഞിട്ട് അവർ അടിച്ച ആളുകളിൽ ഒരാൾ ഈ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് ഇടിച്ചു കയറിയ അടി കൊണ്ട അഖിലല്ലേ അതിനകത്തുള്ളത്. അല്ല ചേട്ടാ, ഈ അഖിലല്ലേ അടി കൊണ്ടാണ്, അടി കൊണ്ടാണെന്നല്ലേ ഇവിടെ പിടിച്ചിരിക്കുന്നത്. അയാളെ എന്തിന്റെ പ്രിവെന്റീവ് അറസ്റ്റാണ്? അയാളെയാണ് അടിച്ചത്. അഖിലിനെയാണ് അടിക്കുന്നു പറഞ്ഞിട്ടാണ് ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരാൾ ആ സ്ഥലത്തോട്ട് പോയത്. അവർ കണ്ടോണ്ട് പോയതല്ല. കൂട്ടത്തിലുള്ളവരെ അടിക്കുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവർ ആ സ്ഥലത്തോട്ട് പോയത്. അവർ അമ്പലപ്പുറമെ ഇന്നവരാ. ഈ അകത്ത് നിൽക്കുന്ന ആളുകൾ അകത്ത് നിന്നവർ ഇവിടെ അടി നടക്കുമെന്ന് അറിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയത്. എങ്ങനെ പോകുന്നു? ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചാൽ മതി. അവരങ്ങനെ അറിഞ്ഞുകൊണ്ട് തയ്യാറല്ല. നമ്മള് ഒരു തർക്കത്തിനൊന്നും തയ്യാറല്ല. ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരന് കൊമ്പൊന്നുമില്ല ഉണ്ടോ? എന്താ ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത്? എന്താ ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത്? അടി കിട്ടിയ ആളെന്നെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഇത് അക്രമം ഉണ്ടാക്കണം. ഞാൻ പറയണോ പ്രവർത്തകരോട്, നമ്മൾ സംഘടന ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് കീറുന്നു. ഇന്ന് ഭരണിക്കാവിൽ കീറിയല്ലോ, കീറിയപ്പോൾ പോലീസ് പിടിച്ചില്ലല്ലോ, ഞാൻ പരാതി കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കാത്തിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനമായിട്ട് നിൽക്കാൻ. ഞാൻ വരാതെ നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകരുതെന്ന് ഞാൻ പറഞ്ഞത്. അവരെ പിടിക്കാതെ പറ്റില്ല സാർ. അമ്പലത്തിനകത്ത് കയറി അക്രമം ഉണ്ടാക്കാൻ അമ്പല വിശ്വാസികളല്ലാത്തവർ എന്തിനാണ് അമ്പലത്തിൽ കയറുന്നത്? അതെന്റെ ചോദ്യം. ഇവർക്ക് ഗണേശന് ഇഷ്ടമല്ല, ഇവർക്ക് ഗുരുവായൂരപ്പന് ഇഷ്ടമല്ല. നിങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കയ്യിൽ തീർത്ഥം കൊടുത്തപ്പോൾ വെള്ളം കളഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന നീതിപ്പണം എടുത്തിട്ടാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല. എന്തിന് കയറുന്നു അമ്പലത്തിൽ? അമ്പലത്തിൽ വിശ്വാസികൾ പോയാ പോരെ? ഇലക്ഷന് മാത്രമല്ല, എല്ലാ അമ്പല കമ്മിറ്റികൾക്കകത്തും കയറുന്നുണ്ട്. അല്ല ആരിഫ് ഇപ്പൊ കയറുന്നില്ലേ? ഇലക്ഷൻ സമയത്ത് കയറുന്നില്ലേ? ഇലക്ഷൻ കയറുന്നുണ്ട്. ആ സമയത്ത് ഒന്നുമില്ല. ഞാൻ രാത്രി വന്നിരിക്കുക. എന്റെ ഫ്ലക്സ് ബോർഡ് കയറിയവനെ പിടിക്കാൻ ഇവിടെ പോലീസില്ല. ഇവിടെ എന്ത് അക്രമം നടന്നാലും നിങ്ങൾക്ക് നോക്കാൻ നേരമില്ല. അപ്പൊ ഞങ്ങളുടെ ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അല്ല അവരെ കൊണ്ടുവരണം. എന്തായാലും പോണില്ല. കല്ലാപ്പള്ളിയിൽ തന്നെ ഇരിക്കാം. എന്തായാലും സാറും സാറിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ.
അപ്പോൾ അവരുടെ ആളുകളെ പിടിക്കണം, പിടിക്കാതെ പറ്റില്ല. അല്ല, സത്യത്തിൽ ആ പരാതി കൊണ്ടുവന്നപ്പോൾ സ്വീകരിക്കാൻ ഇവിടെ ആളില്ല. ഞങ്ങൾ മണിക്കൂറുകൾ ആ പരാതി ഇട്ടുവിടുന്നു. ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതി സെക്രട്ടറി ഒരു മണിക്കൂറുകൾ വന്നിട്ട് പരാതി വാങ്ങിക്കാൻ ഒരു ഓഫീസർ പോലും തയ്യാറാണ്. നിരപരാധികളാന്ന് മുകളിൽ ഫോൺ വരണം. എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ പോലും ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് രാത്രി താമസിക്കുന്നത്. സാറ് നടപടി എടുക്കാതെ എന്താണോ സംഘടന ഉണ്ടായത്, എന്താണോ സംഘടനത്തിന് കാരണം ഉണ്ടായത്, അത് A to Z ചെയ്യിപ്പിക്കാതെ ഞങ്ങൾ കരുനാഗപ്പള്ളി വിട്ട് പോകില്ല. അതിൽ തർക്കമൊന്നുമില്ല. ഞങ്ങളുടെ ആളെ കൊണ്ട് ഞങ്ങളിപ്പോൾ പോകും. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ രാത്രി. പിടിച്ചു വെച്ചിരിക്കുന്ന ആളുടെ കാര്യത്തിൽ സാറേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ ഇഷ്യൂ അമ്പലത്തിനകത്തുണ്ടായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖതാവിൽ ആവശ്യപ്പെടാനാണ് വന്നത്. ഞങ്ങൾക്ക് ഈ യൂണിഫോമിനോടൊക്കെ അത്യാവശ്യം ബഹുമാനമുണ്ട്. പക്ഷെ ഞങ്ങൾക്കും അവർക്കും വേറെ നീതി എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത്രേ ഉള്ളൂ. ആ നടപടി ചെയ്താൽ നിയമപരമായ നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ചവനെ പിടിക്കാൻ എന്താ നിയമപരമായ നടപടി? എല്ലാം നിയമം തന്നെയല്ലേ സാറിന്? ഇപ്പം എന്തായാലും സമയം 1 മണിയാണല്ലോ. ഇതുവരെ നിങ്ങൾക്ക് ആളെ കിട്ടിയില്ല. അപ്പം ഞങ്ങളിവിടെ പുറത്തുണ്ടാവും ഞങ്ങളുടെ ആളെയും കൂട്ടി. അടി വാങ്ങിച്ച ആള് തല്ലി കൊണ്ട് ഓഫീസിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അയാളെയാണ് കാര്യമായിട്ട് നമ്മൾ അടിച്ചത്. അയാളെയാണ് പിടിച്ച് 2 മണിക്കൂറൊക്കെ അതിൽ അവിടെ ഇരിക്കടേ, അവിടെ ഇരിക്കുക. ഒരു മോനോട്ടോ എന്നിട്ട് പോയാൽ ഇരിക്കും. ആ സംഭവം നമ്മൾ ഇത്ര നേരമായി. നിങ്ങൾ ഏതെങ്കിലും പോലീസുകാരൻ പോയി അന്വേഷിക്കാം. എത്ര പോലീസ് അവിടെ ഉണ്ട്? സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കാറില്ല. കാണിച്ചില്ലല്ലോ. CPM ഓഫീസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല കേൾക്കുന്നത്. എന്നിട്ട് നീതി പ്രസംഗിക്കുക. എന്ത് നീതി ഞങ്ങൾക്ക് തന്നത്? മര്യാദ കാണിച്ച് 100 പോലീസുകാർ ഇരിക്കുക സ്റ്റേഷന്റെ വാതിക്കല്. അല്ലാന്ന് ഞങ്ങളുടെ ആളെ ഇങ്ങോട്ട് തരിക. അത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ പുറത്തിരിക്കുന്നു നിങ്ങളുടെ സ്റ്റേഷന്റെ മുന്നിൽ. പിന്നെ പ്രതിയെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് പോയാൽ പോരെ? അത് പറ്റില്ലേ? ആരും ഉറങ്ങണ്ട. പക്ഷേ എനിക്കൊരു ഒരൊറ്റ വ്യക്തി പോലും നമ്മൾ നിയമത്തിനെതിരായിട്ട് ഒരു പണി ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാനും ഉദ്ദേശിക്കുന്നു. ഇതൊരു ആഗ്രഹം നമ്മൾ ചെയ്യണം. ഇരിക്കാറായിട്ടില്ല. ഇരിക്കണ്ട. അവിടെ പുറത്ത് റോഡിലുണ്ട്. ഞാനും ഉണ്ട്. ഒരാളും കൊണ്ടാകാം. അവരെ പിടിക്കുന്ന പരിപാടി നോക്കുന്നതാണ്. ഇത് കുറേ നാളായി ഈ ക്ഷേത്രങ്ങളിൽ ഇവർ വിലസം. വിശ്വാസമില്ലാത്ത, ഭക്തിയോട് യാതൊരു ഭക്തി ഇല്ലാത്ത, ഒരു മന്ത്രം, ഒരക്ഷരം, ഒരു ശ്ലോകം ചൊല്ലാൻ അറിയാത്തവന്മാർ കയറിയിട്ട് അമ്പലത്തിൽ കയറി ഇത് കാണിക്കാനാണ് അവർ. നാട്ടിലൊക്കെ പണിയാവും. കണ്ണൂരിൽ തന്നെ ഷോപ്പ് എനിക്ക് താഴെയാണ്. അപ്പോൾ നാളെ കൊണ്ട് വന്നപ്പോൾ അമ്പല കമ്മിറ്റിക്കാർ ഉത്തരവാദിത്തത്തിന് അത് ചെയ്തിട്ടില്ല, അത് റിക്വസ്റ്റ് കൊടുത്തത് ഓഫ് ചെയ്തില്ല എന്ന് പറഞ്ഞ പേരിന് എല്ലാവരും വിളിക്കില്ല. ഇപ്പോൾ നമ്മൾ തടഞ്ഞു, നമ്മൾ മാക്സിമം തടഞ്ഞു കയറി ചെയ്തു. അടിക്കുമെന്ന് വിചാരിച്ചു ഓഫാക്കാത്ത ഒരു
ഓഫല്ലേ? പിന്നെ എങ്ങനെ ഷോക്ക് അടിച്ചു? കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻഷുറി ആയി. ശരി, ഓക്കെ. പക്ഷെ അവർക്ക് അടിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് അവരടിക്കുന്ന അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ അല്ല സാറേ, അതൊരു വർത്താനാണോ? ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നോണ്ട് സാറോട് ആ സ്ഥലത്തുണ്ടായിരുന്നോണ്ട് ഞാൻ പറയാം. അല്ലല്ല, അവര് കാര്യമായിട്ട് അടിച്ചു. അവർക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ അടിക്കാൻ പറ്റുമോ? അവർക്ക് തോന്നി ഒരാൾ അവരെ കൈകാര്യം ചെയ്തു എന്ന് തോന്നിയാൽ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് അടിക്കുകയാണ് RSSകാരനെ. അകത്തോട്ട് കയറിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പൈസ കിട്ടും. സാറേ, അമ്പല കമ്മിറ്റി ഓഫീസിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഷീറ്റാണ്, അതിനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സ്ഥലത്ത് പോയി കണ്ടാണ് അതിൻ്റെ ഒരു സൈഡിൽ അല്ല ഞാൻ പറയുന്നത് അതല്ല ഈ കാര്യം പറയാൻ ഈ അമ്പല കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന ഒരു ചേച്ചിയും ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അവർക്ക് നേരെയാണ് ഇവർ വന്നത്. ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവരെ തടഞ്ഞതാണ്. തടഞ്ഞ ആളുകൾ ഒരു കാര്യമുണ്ട്, ഈ അകത്തിരിക്കുന്ന ആളുകളോട് ചോദിക്കാൻ മനസ്സിലാവും. ഞാൻ RSSൻ്റെ താലൂക്ക് പ്രചാരകമാണ്, ഇത് RSSൻ്റെ ചുമതലപ്പെട്ട ആളുകളാണെന്ന് അവർ പറയുന്നത്. സാറോട് പറഞ്ഞല്ലോ അവിടെ. അത് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് അടിച്ചത്. ഞാൻ പോലീസ് എനിക്ക് കിട്ടി, പോലീസാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്രയും റഷ്യൻ്റെ ഞാൻ RSSാണെന്ന് പറഞ്ഞു. RSSല്ലല്ലോ, ഒരു പുതിയാവ് ക്ഷേത്രത്തിൽ അല്ല പോലീസ് ഇടയ്ക്ക് നിന്ന് അടി മേടിച്ചത് കൊണ്ടാണ് അടി ഒഴിവാക്കി. അല്ല, ക്ഷേത്ര കമ്മിറ്റി കയറി അടിക്കാനുള്ള ധൈര്യം അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ വേറെ ഞാൻ ചോദിക്കട്ടെ, ഇത് സമാനമായിട്ട് ഒരാള് അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. ഓക്കെ സാർ, അല്ല അത് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മളത് പോലീസ് അമ്പലത്തിനകത്ത് കയറണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര വാശി എന്നോട് തള്ളുകയും ചെയ്തു. എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു? ഇത് ഞങ്ങളുടെ ആളുകളാണോ DYFIക്കാരാണെന്ന് സാറിനിപ്പോ തല്ലിയതാരാന്നറിയില്ല, അടിച്ചതാരാന്നറിയില്ല, പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഈ പറയണതിൽ എന്ത് ന്യായമുള്ളത്? ഈ തള്ളിക്കയറിയ ആളുകൾ ഞങ്ങളുടെ ആളുകൾ മാത്രം സാറ് കണ്ടു. ഇഷ്യൂ ഉണ്ടാക്കിയ ആളുകൾ മുഴുവനായി തന്നെ ഇഷ്യൂ ഉണ്ടാക്കി മുഴുവനാണ് നടന്ന സംഭവം നടക്കട്ടെ, നടപടിയിലേക്ക് പോകും. കരുനാഗപ്പള്ളിയിൽ ഈ ടൗൺ ഈ കാര്യങ്ങൾ, കാരണം കരുനാഗപ്പള്ളിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും എനിക്കും അത്യാവശ്യം ആധ്യാത്മിക ബന്ധങ്ങൾ കൂടുതലുണ്ട് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ. അതിൻ്റെതായ ചൊരുക്കം എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്ത് ഇനി ഉണ്ടായാലും ഈ പോലീസ് സ്റ്റേഷനിൽ പായ വിരിച്ച് കിടക്കേണ്ടി വന്നു. DYFIക്കാരനെ അഹങ്കാരത്തിൽ കിടക്കുന്നത് കാരണമല്ല, ശോഭ സുരേന്ദ്രൻ കീഴടങ്ങില്ല. കാരണം ന്യായം ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും. ഇല്ല അവർ വരുന്നുണ്ട്, പക്ഷേ മറ്റവരെ പിടിച്ചിട്ടില്ല. അത് പിടിക്കണമെന്ന് ഞാൻ സാറിനോട് ഇവർക്കൊരു കേസിലൊന്നും നമ്മൾ അമ്പല കമ്മിറ്റിക്ക് ഒരു പരാതി വന്നിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ച് ആരാണ് അവിടെ പൊട്ടിച്ചത്. അല്ല, ഞങ്ങൾ നിലവിൽ കേസുണ്ട്. നിലവിൽ നമ്മൾ അവർ പ്രിവെൻറ്റീവ് മെഷറിൽ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ വലിയൊരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അവർ ഭരണിക്കാവിൽ അടി ഉണ്ടാക്കാൻ നോക്കിയില്ല. ഭരണിക്കാവിൽ 19 ആൾക്കാർ കൂടി നിന്ന് പോസ്റ്റർ പട്ടാപ്പായിൽ കുത്തിക്കീറി ഒരാളെ പിടിച്ച് പ്രവർത്തകർ പിടിച്ചു വെച്ചിട്ട് പോലും പോലീസിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് തന്നെയാണ് സംഘർഷം ഇവിടെ ഉണ്ടാവും. അപ്പോൾ സുഖം കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ മാത്രം ഞങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമം കാണും? ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തതൊന്നുമല്ല, ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങൾക്ക് ആ പണിയില്ല. അയാളെയാണ് ഇതിലെന്ന് പറയാം. അയാളെയാണ് ഓഫീസിലിട്ട് കാര്യമായിട്ട് അത് കിട്ടിയ ആളെ തന്നെ ഇപ്പോൾ അടിച്ചു കൊടുത്ത് യാതൊരു പ്രശ്നമില്ല. ആശുപത്രി കൊണ്ടുപോയിട്ടില്ല.
നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഇത്രയും നേരം ഇരുന്നിട്ട് സാറൊന്നും അന്വേഷിച്ചിട്ടില്ല. അവരാളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ തലയിലേക്ക് ഇടാലോ. കാരണം കൂടുതൽ ആൾ മാറിയിട്ട് കൊല്ലം കൊട്ടേഷൻ കൊടുത്ത ആൾക്കാരാണ് കേരളം ഭരിക്കുന്നത്. സാറ് ആഭ്യന്തരവകുപ്പ് മന്ത്രി അല്ലല്ല, തിരുവനന്തപുരത്ത് ഒരാള് നമ്മുടെ ആള് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ ആശുപത്രിയിലാക്കിയിട്ടുള്ളത്. അത് ആരാ തല്ലിയത് എന്നുള്ളതൊന്നും അന്വേഷിക്കണം. അതാ ഞാൻ പറഞ്ഞത്. സമാധാനപൂർവ്വം ഇതൊന്ന് കഴിഞ്ഞു പോകണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. ഇവിടെ ആലപ്പുഴ സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പോയിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് കുത്തിക്കാനും അമ്പല കമ്മിറ്റിയിൽ കയറി തന്നാലും അതിനൊക്കെ ആൾക്കാരുണ്ടോ സാർ നോക്കിയാൽ നന്നായിരിക്കും. ഇത് ഞാൻ 3 ദിവസമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. നമ്മൾ തമ്മിലുള്ള റിക്വസ്റ്റ് എന്താ ഇപ്പൊ നമ്മൾ റിക്വസ്റ്റില്ല നടത്തുന്നത്.
ഞാൻ സാറിനോട് പറഞ്ഞ അവരെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ അടിച്ച് അത് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കർണാടകയിൽ എന്താ പിടിക്കാൻ പറ്റാത്തത്? കോട്ടയത്ത് പോയിട്ട് അവിടെ ഇതുപോലെ തന്നെ വലിയ ഒരുത്തുണ്ടായിരുന്നു. അവൻ ഈ 12 കേസിലെ പ്രതിയാണ്. അവൻ തലയിൽ സർക്കിളിൻ്റെ തൊപ്പി വാങ്ങി തലയിൽ വെച്ച് അവൻ കസേരയിലിരുന്ന് മേശപ്പുറത്ത് ചാടിക്കയറിയിരുന്ന് കോട്ടയത്ത് സാറൊന്ന് അന്വേഷിച്ചാൽ മതി, ഞാൻ പോയിട്ടൊരു സമരം നടത്തിയത്. എന്നിട്ട് അവിടുത്തെ SP വന്നല്ലോ, പിടിക്കാമെന്ന് പറഞ്ഞ് പിടിച്ചല്ലോ. അങ്ങനെ നമുക്ക് കരുനാഗപ്പള്ളിയിൽ അത്ര വലിയ തീവ്രവാദികളെ വളർത്താൻ പറ്റില്ല. അത് നടക്കണ കാര്യമില്ല. ഇനി നാളെ വരെ ഇതിലും വലുതുണ്ടാക്കില്ലേ? അമ്പലത്തിനകത്ത് കയറി തല്ല് അടി കൂടുക നടക്കില്ല. ഒന്നാമത് സാറ് ഈ അമ്മമാരോട് ഈ പ്രാർത്ഥനയും പൂജയും ഒരു കാര്യം അറിയാത്തവന്മാരോട് അമ്പലത്തിൽ കയറാതിരിക്കാനുള്ള പരിപാടി നോക്കാൻ പറയും. സാറോടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ലീഡർഷിപ്പിന് പറഞ്ഞു കൊടുക്കൂ, ഞങ്ങൾ നാമം ചൊല്ലുന്നവർ പോവാലോ അമ്പലത്തിൽ. എന്തിനാണ് ഇവന്മാർ പോകുന്നത്? എന്തിനാ വേറെ ആൾക്കാർ ഒരു 4 പേരെ അവര് 4 പേരെ പിടിച്ചവരെ വിട്ടാ ഇവരെയൊക്കെ പിടിച്ചില്ല. പൊതുവെ ഇലക്ഷൻ വളരെ തിരക്കിട്ട സമയം കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെയല്ല സാറേ പ്രതി. അതായത് ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, ഇനിയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രിവന്റീവ് അറസ്റ്റ് കാണിക്കുന്ന അതേ മര്യാദ അവരോട് കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. പിടിക്കുമെന്ന് എപ്പോ കാണിക്കണം? അത് നമ്മള് ഇപ്പം തൽക്കാലം ഞങ്ങൾ മാറി നിന്നുണ്ട്. പക്ഷെ ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് പോവില്ല കേട്ടോ, എവിടെ തന്നെ ഉണ്ട്. നാളത്തെ രാവിലത്തെ പരിപാടിയെല്ലാം റദ്ദാക്കി. സാറെന്തായാലും വെള്ളി വിളിച്ചാൽ ആർജവം കാണിക്കണ്ടേ? കിട്ടിയാ നോക്കിയ ഷൈജു 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 സ്റ്റാറ്റസ് ആക്കരുത്. നമ്മളെ ആക്കത്തില്ല. പോരാട്ടത്തിൽ തെരുവീതികളിൽ ചേട്ടാ മാറി ചേട്ടാ. ലൈവുണ്ട്. അല്ല, എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ സ്വയം സേവകനെ ചുമതലക്കാരനായിട്ടുള്ള ആളെ DYFIയുടെ ഗുണ്ടകൾ അടിക്കാൻ ശ്രമിച്ചത്, അടിച്ചത്. പക്ഷെ അത് തിരക്കിനിടയിലായതുകൊണ്ട്
അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകണം എന്നുള്ളതാണ് DYFI ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാന്തിയോടുകൂടി വിജിലൻ്റായി തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിലും BJPയുടെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കകത്ത് പ്രശ്നമുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അടിച്ചവനെ പിടിക്കാതെ ആരെയാണോ ഇവർ ആക്രമിച്ച ആളെ പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത്. ഇപ്പോൾ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഈ പ്രതികളെ പിടിക്കും, അടിയന്തരമായി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ അതാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട്. പക്ഷേ പ്രവർത്തകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരികയാണ് പ്രശ്നം ഉണ്ടാക്കാൻ. ഫ്ലക്സ് ബോർഡ് വെച്ചത് കുത്തിക്കീറുന്നു, ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്തൊരു പ്രകോപനത്തിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ ആളുകളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഇവര് പ്രതികളെ പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ പ്രതികളെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. സമാധാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ പോകുന്നത്. बोलो भारत माता की